മുട്ട ചേർക്കാതെ ഒരു അടിപൊളി ടേസ്റ്റിൽ ഒരു കാരമൽ പുഡിംഗ് ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ അരക്കപ്പ് പഞ്ചസാര ഞാനൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ പോവാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ടു. അതൊന്ന് മെൽറ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കണം കേട്ടോ. അത് മീഡിയം ഫ്ലെയിമിൽ അനങ്ങാതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ മെൽറ്റായി കാരമലൈസ് ആയി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത് തന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കഴിഞ്ഞാൽ ഇത് കരിഞ്ഞ് പണ്ടാരം അടങ്ങി പോകും. അപ്പോൾ പഞ്ചസാര മുഴുവനും ഇങ്ങനെ അലുത്ത് കരിയാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ട്രേയിലേക്ക് ഒഴിച്ചു വെക്കാം. ഏത് ട്രേയിലാണോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, അതിലേക്ക് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒഴിച്ചപ്പോഴേ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. ഇങ്ങനെ ഒഴിക്കുന്നത് നിങ്ങളെ കാണിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചൊഴിച്ചിട്ട് രണ്ടാമതാണ് ഞാൻ ഇങ്ങനെ ഒഴിക്കുന്നത് എടുത്തത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ട്രേയിൽ അവിടെ ഇവിടെയായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അതൊന്ന് അടച്ച് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ പുഡിങ്ങിൻ്റെ ആദ്യത്തെ ഒരു പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് പാല്, നമ്മുടെ പശുവും പാല് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ്. അതിനുശേഷം ഞാൻ ഇതിൽ ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ വാങ്ങിച്ച ബ്രെഡ് ഉണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ കുന്നും തടവും ഒക്കെ ആയിട്ട് ഒരു ലെവലില്ലാത്ത ബ്രെഡാണ് എനിക്ക് കിട്ടിയത്. എന്തായാലും അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ ഇതേപോലെ ഒന്ന് പരിശ്രമിക്കേണ്ടി വന്നു. അപ്പോൾ ബ്രെഡിൻ്റെ ആ മൊരിഞ്ഞ സൈഡ് അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ പിച്ചിപ്പറിച്ച് ഈ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. 3 ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ഓപ്ഷണലാണ്, ചേർക്കണം എന്നില്ല. കാരണം നമ്മുടെ കസ്റ്റേർഡ് പൗഡറിനകത്ത് വാനില എസൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ചേർക്കണമെന്നില്ല. ഞാൻ കുറച്ചുകൂടി ഫ്ലേവർ കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണ് വാനില എസൻസ് കൂടി ചേർത്തത്. മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തരിയില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കണം. ഒട്ടും തരിയില്ലാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് ഇളക്കി നോക്കിയപ്പോൾ ഒട്ടും തരി എനിക്ക് കണ്ടില്ല. ഇനി ഇത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെച്ചു. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി കഴുകി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കും. കൈ വിടാതെ നമ്മൾ കുറുക്കിയെടുക്കണം. കൈ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ കട്ട കെട്ടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട കെട്ടി വരും. അതുകൊണ്ട് തന്നെ കൈ എടുക്കാതെ നമ്മൾ ഈ ഒരു പരുവത്തിൽ, ഇതിനെക്കാട്ടി കുറച്ചുകൂടി കുറുകുന്ന ഒരു പരുവത്തിൽ കുറുക്കിയെടുക്കണം. സാധാരണ നമ്മൾ കസ്റ്റേർഡ് പൗഡർ വെച്ചിട്ടൊക്കെ പുഡിംഗ് ഉണ്ടാക്കത്തില്ലേ, അതേപോലെ തന്നെ ഇതുപോലെ കുറുക്കി ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കണം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കാരമലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സൈഡും ഒരേപോലെ തന്നെ വലിപ്പത്തിൽ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ കുറച്ച് കശുവണ്ടി മുന്തിരിങ്ങയൊക്കെ നെയ്യിൽ മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ പായസമാണെന്ന് ഓർത്ത് കഴിച്ചാലും അടിപൊളിയായിരിക്കും. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് മൂടിയെടുക്കാം. എയറൊന്നും കയറാത്ത രീതിയിൽ നമുക്ക് നല്ല ടൈറ്റ് ആക്കിയിട്ട് കവർ ചെയ്തെടുക്കാം. ഇനി ഒരു സ്റ്റീമറോ അപ്പച്ചമ്പോ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു തട്ടിറക്കി വെച്ചതിന് ശേഷം നമ്മുടെ പുഡിംഗ് മിക്സ് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 20 മുതൽ അരമണിക്കൂർ വരെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും തുറന്നു നോക്കിയപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണ്. അതിന് മുന്നേ ഇതിൻ്റെ ചൂടൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് മാറ്റി ഒരു മണിക്കൂർ വെക്കുമ്പോഴത്തേനും ഇതിൻ്റെ ചൂട് മാറിക്കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഈ സൈഡെല്ലാം ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു വലിയൊരു പണി കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് ഇപ്പോൾ കാണിച്ചു തരാം. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ട്രേക്കകത്തുനിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. പക്ഷേ എനിക്ക് നല്ലൊരു അബദ്ധം പറ്റി. ഞാൻ പ്ലേറ്റിലോട്ട് ഇട്ട സമയത്ത് ഞാൻ ഒരുപാട് ഇങ്ങനെ നിങ്ങളെ കാണിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയതുകൊണ്ടാണ് നല്ല ക്രാക്ക് വീണിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലേക്ക് ആക്കിയ സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ ക്രാക്ക് വീണ് വന്നിട്ടുണ്ട്. എന്നെപ്പോലെ വലിയ ആവശ്യമൊന്നും ഇല്ലാതെ സമാധാനത്തിൽ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും, ഒരു സംശയമില്ല. എനിക്ക് ആവേശം ഇച്ചിരി കൂടിപ്പോയതിൻ്റെ ഒരു കുഴപ്പമായിരുന്നു. പക്ഷേ സംഭവം കിട്ടുവാണ്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് തട്ടി കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച സമയത്ത് എന്തോ സംഭവിച്ചതാണ്. പിന്നെ എടുത്ത് ഞാൻ പ്ലേറ്റിലോട്ട് ഇട്ട സമയത്തും ഇച്ചിരി ഒന്ന് സ്പീഡായി പോയെന്ന് തോന്നുന്നു. എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്കിനി അടുത്ത ഒരു അടിപൊളി വീഡിയോ കാണാം. അതുവരേക്കും ബൈ.